ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കൃപാസനം പള്ളിയിൽ പോവുകയാണേ. അപ്പോൾ ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്നത് കൃപാസനം പള്ളിയിൽ പോകണമെന്ന്. പക്ഷേ ഓരോരോ കാര്യം എല്ലാവർക്കും ഒരുമിച്ച് പറ്റുന്നില്ല. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിട്ട് പോകുന്നതുകൊണ്ട് ഇന്ന് നമ്മളങ്ങ് സെറ്റാക്കി, പെട്ടെന്ന് അങ്ങ് സെറ്റാക്കി ഇന്ന് കൃപാസനം പള്ളിയിൽ പോകാമെന്ന് കേട്ടോ. ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടല്ലോ. അപ്പം നമ്മളിതാ ട്രെയിനകത്ത് പോവുകയാണ്. ട്രെയിനകത്ത് നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പം ഹലോ അപ്പോൾ ഇവിടെ ഒരാളിതാ മുകളിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് പിന്നെ എംജിആറിനെ പോലെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഭയങ്കര പട്ടിഷമായിരുന്നു. വന്നപ്പോൾ തൊട്ട് ഭയങ്കര പട്ടിഷമാണ്. എന്താന്ന് അവക്കൂരല്ലോ കാണിക്കുന്നത്. അടുത്ത എംജിആർ. അപ്പം നമ്മൾ ആലപ്പുഴ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു 12:45 ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെയൊന്നും ആരും അങ്ങനെ ഫുഡ് കഴിച്ചില്ല. എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം പിള്ളേർക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നു. നല്ല കട്ട വെയിലായിരുന്നു. അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഏകദേശം 1 മണിയോളം അടുക്കാറായിട്ടുണ്ട്. കയറുന്ന ഹോട്ടലിൽ നിന്നെല്ലാം വെള്ളം ഒഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം അത്ര നല്ല ചൂടാണ്. എത്ര വെള്ളം കുടിച്ചാലും ഈ ഒരു ടൈമിൽ ബോഡി നിൽക്കില്ലല്ലോ. എന്താ പറഞ്ഞത്? എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല താങ്കൾ. ഈ ബോർഡ് കിട്ടി ഇന്നലെ വാലന്റൈൻസ് ഗിഫ്റ്റ് കിട്ടി. ആര് ചേട്ടൻ നിന്ന് വേറുള്ള ചേട്ടൻ പറ പ്ലീസ്. എവിടെ പോ നമ്മള്? ഉറക്കെ പറ. എവിടെ അങ്ങനെ നമ്മൾ കൃപാസനം പള്ളിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു സങ്കല്പം എന്ന് വെച്ചാൽ ഒരുപാട് കോമ്പൗണ്ട് ഉള്ള ഒരു പള്ളി അങ്ങ് ദൂരെ ഒരുപാട് കോമ്പൗണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. സാധാരണ അങ്ങനെയാണല്ലോ പള്ളിയിൽ. പക്ഷേ റോഡ് സൈഡിൽ തന്നെയായിരുന്നു പള്ളി. കാണുമ്പോൾ നമുക്ക് തോന്നും കുഞ്ഞൊരു പള്ളിയായിട്ട് തോന്നും. പക്ഷേ അത് അങ്ങോട്ട് നടന്ന് മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു പള്ളിയാണ്. ഒരു സമാധാനപരമായിട്ടൊരു അന്തരീക്ഷമാണ് അവിടെ. പിന്നെ ഒരുപാട് ആൾക്കാരാണ് അവിടെ. നിൽക്കാൻ പോലും നമുക്ക് പറ്റില്ല. പിന്നെ ഒരുപാട് നേരം നമ്മളവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങാൻ പറ്റും. എല്ലാത്തിലും കൊന്തയുണ്ട്. അപ്പം ഞാനിങ്ങനെ കയ്യിലിടുന്ന ഒരു ബാൻഡും ഒരു മാലയും വാങ്ങി. നമ്മളിപ്പോൾ എവിടെയാണ് വന്നേക്കുന്നത്? കറക്റ്റായിട്ട് പറഞ്ഞേ. കറക്റ്റായിട്ട് പറഞ്ഞല്ലേ? എന്ത് പറ്റി കറക്റ്റായിട്ട് പറയാൻ? അല്ല, എനിക്കറിയാം. അതാരാ അവിടെ കൃപാസന പള്ളി. ഞങ്ങളെ കുറച്ച് പഠിച്ചു കേട്ടോ. പഴയ കണക്കൊന്നുമല്ല. വളരെ ഭംഗിയായി പല്ല് തേക്കുന്നുണ്ട്. അതാണ് അതിന്റെ കാരണം. കുടിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ കൃപാസനം പള്ളിയും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണ്. നല്ല കട്ട വെയിൽ. അവിടെ നിൽക്കാൻ പോലും പറ്റണില്ല. ഏത് ഒരു മുന്നേ തുണി കഴുകുന്ന സോപ്പ് ഇടും. തുണി കഴുകുന്ന സോപ്പ് കൊടുക്കും വൈദ്യുവിന്. മുഖം പൊത്തി ഇരിക്കുക കള്ളത്തരം കാണിച്ചിട്ട്. ഭയങ്കര പട്ടിഷോ. അങ്ങനെ നമ്മൾ എത്ര മണിക്കാണ് ഗൈസ് ട്രെയിൻ? നമുക്ക് 3 മണി. എന്നിട്ട് ഇപ്പം 5 മണിക്കുള്ളപ്പോൾ നമ്മൾ അതുവരെ ഇവിടെ കട്ട പോസ്റ്റ് വായി നോക്കാം ഇല്ലേ? ഇവിടെ ഒന്നും ആരും ഇല്ല ഗൈസ് വായി നോക്കാൻ. നിങ്ങൾ ഏത് രാജ്യത്തു നിന്ന് വരുന്നത്? ഭയങ്കര ജാട കാണാൻ. എവിടുന്ന് ഏത് കൊല്ലത്ത് എവിടുന്ന്? കൊല്ലത്ത് ഏത് ജില്ലയെന്ന്? കൊല്ലത്ത് ഏത് ജില്ല? ഉമ്മേനൂർ ജില്ലയെന്ന്. ശരി എന്നാ വെറുതെ വിട്ടേക്കുന്നതിന് പിച്ചി. പിന്നെ ഫോട്ടോ എടുത്ത് കൊടുക്കാത്തതിന് പിണങ്ങി നിൽക്കുക ഇവിടെ ട്രെയിനകത്ത് ഇരുന്ന്. ട്രെയിൻ എടുക്കാറായി എന്നിട്ട് അവിടെ നിൽക്കുക. ഫോട്ടോ എടുത്ത് കൊടുക്കാത്തതിന് ട്രെയിൻ എടുക്കുക. എല്ലാവരെയും കാട്ടി പക്വതയുള്ള മുത്തശ്ശി. ജാടാ കോളാക്ഷൻ ബീച്ച് റോഡ്
ഒറ്റയ്ക്ക് ഇവിടെ പോവുക. ഫോട്ടോ എന്റെ ഫോൺ നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുണ്ടല്ലേ പൂക്കളൊക്കെ കാണാൻ. അവരവിടെ ഫോട്ടോഷൂട്ട് ആണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനൊക്കെ ഇങ്ങനെ വേണം. എന്ത് നല്ല ഭംഗിയുള്ള ചെടികളും പൂക്കളും ഒക്കെ. എത്ര ശ്രദ്ധിച്ചായിരിക്കും അവർ ഇത് നോക്കുന്നത്. അതുകൊണ്ടല്ലേ ഇത്ര നല്ല മനോഹരമായിട്ട് ഈ ചൂടത്ത് നിൽക്കുന്നത്. ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനിലും ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുവാണ് ഗൈസ്. അത്ര മനോഹരമായ പൂക്കളാണ്. നേരിട്ട് ഇതിനെക്കാട്ട് ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കട്ട വെയിറ്റിംഗ് ആണ്. 5 മണിക്കല്ലേ ട്രെയിനുള്ളൂ. അപ്പോൾ ഇവിടെ നല്ല നല്ല ചൂടുണ്ട്. അത് തീവ്രമായ വെയിലടിക്കുവാണ്. അതിനൊപ്പം നല്ല മനോഹരമായ കാറ്റുമുണ്ട്. അതുകൊണ്ട് നമുക്ക് വെയിലത്ര ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ലോക്കോ പൈലറ്റ് ഇവിടെ ഞാൻ കയറി ഇരിപ്പുണ്ട്. ആ ട്രെയിൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടൊക്കെ ട്രെയിനിൽ കയറാൻ നേരത്ത് ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ അമ്മ ടെൻഷനായിരുന്നു തല എത്തുന്നവരെ. ഇപ്പം വല്ലപ്പോഴൊക്കെ എന്താ പറയുക, ട്രെയിനിൽ കയറിയില്ലെങ്കിലാണ് ഒരു ടെൻഷൻ. ഇപ്പോൾ ട്രെയിൻ ഒരു വീട്ടിൻ്റെ ഒരു അംഗത്തെ പോലെ ആയിരിക്കുവാണ് ഗൈസ്. എണ്ണ ഉമ്മ കൊടുക്കുന്നു. അതെയോ? എൻ്റെ ഉമ്മ നമുക്ക് മെമോയ്ക്കകത്താണ് ടിക്കറ്റ് നമുക്ക് കിട്ടിയത്. മെമോ ഉള്ളായിരുന്നു 5:30-ക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ റീൽസൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആരും വന്നിട്ടൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ആൾക്കാരിങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നല്ല ശക്തമായ ഒരു അടി നടക്കുവാണ് ഗൈസ്. കാര്യം അതിർത്തി തർക്കമാണ്. അങ്ങോട്ട് ഞാൻ നീങ്ങിയിരുന്നെന്ന് പറഞ്ഞ് എന്നെ തള്ളി മാറ്റിയപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല ഗുസ്തി വഴി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എന്താ വിചാരിക്കുന്നത് ഈ കുട്ടി കാണിക്കണത്. അപ്പം നമ്മൾ കൊല്ലത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ ആകെ ടയേർഡായി. കാര്യം ഇടിയൊക്കെ കൂടിയപ്പോഴത്തേക്കും ടയേർഡായി ഗൈസ്. നമ്മളങ്ങനെ കൊല്ലത്തെത്തി. നമ്മൾ വീട്ടിൽ കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.